ഒന്ന് മൂടി വരത്തോളെ അവളെ അമ്മയുടെ വെള്ളപ്പങ്കാടി തേങ്ങ. എന്താണ് എന്താണെന്ന് വെച്ചു? അല്ല എന്താ നിന്നെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്ന കേട്ടു. എന്ത് സംഭവം? ഒന്നുമില്ലടാ. നീ കാര്യം പറ. ഒന്നുമില്ലടാ, ഒന്നും പറഞ്ഞാ ശരിയാവില്ല. എടി നമുക്ക് ചില കാര്യങ്ങൾ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആശ്വാസം കിട്ടില്ലേ? നീ പറഞ്ഞോ? ഒന്നുമില്ല, നീ അത് വിട്. എടി നീ കാര്യം പറ, എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാലോ. നീ പ്രശ്നം പറ. എന്റെ പ്രശ്നം വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ ഡിം 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 എന്ന് പറഞ്ഞിട്ട് തീർക്കുന്ന പ്രശ്നം വിചാരിച്ചോ നീ? എടി എന്താ പ്രശ്നം എന്ന് പറ. അങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ചേടാ എടി പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു പരിഹാരം കാണാൻ പറ്റിയാലോ, അല്ലെങ്കിൽ മിനിമം നിനക്കൊരു ആശ്വാസങ്ങളും കിട്ടില്ലേ? ഇല്ലേ? എടാ നിന്നോടല്ല, ഏത് അലവലാതിനോട് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ ഒരാളെയും വിശ്വസിക്കരുത്. ശരിയാ. നമ്മൾ വിശ്വസിച്ച് പറയുന്ന പല കാര്യങ്ങളും അവസരം വരുമ്പോ അവർ പുട്ട് പിന്നീന്ന് കുത്തുന്നത് പോലെ പുറയുന്ന ഒരൊറ്റ കുത്താ. അല്ല ആരാ നിന്നെ പുറകിന്ന് കുത്തിയത്? കർമ്മ. കർമ്മയോ? കർമ്മ ഏതാരാ? അല്ല ആ കർമ്മ. അതെന്ത് സംഭവം? ഇത് സഞ്ജു. ഒരു മിനിറ്റ്, നീ ഇത് പിടിച്ചേ, ഞാൻ പറഞ്ഞുതരാം. ഇത് സഞ്ജു, ഇത് സൂസി. ഈ സഞ്ജു അവളുടെ കൂട്ടുകാരി ലീനയായിട്ട് ലൈനായി. അത് സൂസി എന്നോട് പറഞ്ഞു, ഞാനത് മോനിയോട് പറഞ്ഞു. മോനി വന്ന് വീണ്ടും സൂസിയോട് പറഞ്ഞു. സൂസി വന്ന് എന്നോട് ചോദിച്ചു, നീ അല്ലേ അത് പറഞ്ഞേന്ന്? അത് ഞാൻ പറഞ്ഞു, ഞാനല്ല പറഞ്ഞേന്ന്. മോനി വന്നിട്ട് വീണ്ടും എന്നോട് ചോദിച്ചു, ഞാനല്ലേ പറഞ്ഞേന്ന്? ഞാൻ പറഞ്ഞു, ഞാനല്ല പറഞ്ഞതെന്ന്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാ. അല്ല അപ്പൊ നീയല്ലേ പറഞ്ഞത്? അത് ഞാൻ എങ്ങനെയാ പറയാ? ഞാനല്ലല്ലോ പറഞ്ഞത്. ഈ സൂസി എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ലീനയോട് പറഞ്ഞത്. ലീന വന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ മോനിയോട് പറഞ്ഞത്. മോനി എന്നോട് വന്ന് ചോദിക്കുമ്പോ ഞാനാണോ പറയാ? മോനി അല്ലേ സൂസിനോട് പറഞ്ഞത്. എല്ലാരും വിചാരിക്കുന്നത് ഞാനാണ് എല്ലാരോടും പറഞ്ഞേന്നാ. എടി അഞ്ജു, സംഭവമൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ സൂസി നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ നീ അത് മോനിന്റെ അടുത്ത് പറഞ്ഞേ. അതിനുശേഷമാണല്ലോ സഞ്ജു കാര്യങ്ങളൊക്കെ അറിയണത്. അപ്പം അത് കറക്റ്റല്ലേ? അല്ലല്ലോ, ഇവരിവരല്ലേ പറഞ്ഞേ. എടാ സഞ്ജു ലീനയായിട്ട് ലൈൻ ആയപ്പോഴാണല്ലോ ലീന അത് സൂസിനോട് പറഞ്ഞിട്ട് സൂസി എന്നോട് പറഞ്ഞത്. സൂസി പറഞ്ഞത് പ്രകാരമാണല്ലോ ഞാൻ മോനിയോട് പറഞ്ഞത്. മോനി സൂസിയോട് പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണോ? ബേബി കാമായിട്ട് ചിന്തിക്ക്, കാര്യം വളരെ സിമ്പിൾ ആണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സഞ്ജുവിന്റെ ലൈൻ സൂസി, സൂസിയുടെ കൂട്ടുകാരി ലീന. ഈ ലീനയെ സഞ്ജു വളച്ചു, ശരിയല്ലേ? ഈ കാര്യം നിന്റെ അടുത്ത് സൂസി പറഞ്ഞു. നീ നേരെ പോയത് മോനി അറിയിച്ചു. മോനിയെ നേരെ പോയി സഞ്ജുവിന്റെ അടുത്ത് പറഞ്ഞു. നീ മോനിയോട് പറഞ്ഞുകൊണ്ടാണല്ലോ അത് സഞ്ജു പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ, ബേബി ആണല്ലോ ഇതെല്ലാം എല്ലാവരും അറിയാനുള്ള കാരണം. എടാ അതിന് ഞാൻ സഞ്ജുവിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ബോഡി വരത്തോളെ അവിടെ അമ്മയുടെ വെള്ളപ്പങ്കാടി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.